ഹലോ നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞ് ഉള്ള പൈസ എല്ലാം പോവും, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പലർക്കുമുള്ള ധാരണ അല്ലെങ്കിൽ ആശങ്കകൾ. ഇതൊക്കെ കൊണ്ടുതന്നെയാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ മടിക്കുന്നത്. അങ്ങനെ അവർ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ചിട്ടി വല്ലതും ചേരുന്നു ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ധാരണകൾ തെറ്റാണെന്നും ഇങ്ങനെയൊന്നും അല്ല എന്നും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക. പൂർണ്ണമായി വീഡിയോ കണ്ട് കമൻ്റായി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ആദ്യമായി തന്നെ നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം, അതിനെ ബീറ്റ് ചെയ്ത് നല്ലൊരു റിട്ടേൺസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻഫ്ലേഷൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായി എന്താണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയാം. നമുക്ക് ഒരു പൊറോട്ടയുടെ കേസ് എടുക്കാം. ഒരു പൊറോട്ട കഴിഞ്ഞ 20 വർഷം മുമ്പ് അതിന് നമ്മൾ കൊടുത്ത രൂപ 5 രൂപയോ അല്ലെങ്കിൽ 4 രൂപയാണെന്നിരിക്കെ ഇപ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്നത് ഏകദേശം 20 രൂപയും അതിൽ കൂടുതലുമാണല്ലോ. അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ 20 വർഷം കൊണ്ട് പൊറോട്ടയ്ക്ക് വർഷാവർഷം വന്ന വിലക്കയറ്റം, പണപ്പെരുപ്പം വന്നത് 7% രൂപയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ 7% നമുക്ക് പൊറോട്ടയിൽ വന്ന വില കൂടുതൽ നമ്മുടെ ശമ്പളത്തിലും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇൻകത്തിലും കൂടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതായത് ഇപ്പോൾ 1000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം നിങ്ങൾ ഭാവിയിൽ ഒരു 10 വർഷം കഴിഞ്ഞ് വാങ്ങിക്കാൻ പോയാൽ നിങ്ങളുടെ ഇൻകം സോഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയോ ആ പണപ്പെരുപ്പത്തിനനുസരിച്ച് കൂടുന്നില്ല എങ്കിൽ ഇപ്പോൾ കിട്ടുന്ന 1000 രൂപയുടെ സാധനം 10 വർഷം കഴിയുമ്പോൾ വാങ്ങാൻ ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിയേക്കാം. പണപ്പെരുപ്പം എന്ന് പറയുന്നത് ആരുടെയും കയ്യിലുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പണപ്പെരുപ്പം കൂടിയാലും നമുക്ക് റിട്ടേൺസ് വർദ്ധിപ്പിക്കുന്നത് വഴി, അതായത് നമ്മുടെ ഇൻകം സോഴ്സ് വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെക്കാൾ കൂടുതൽ റിട്ടേൺസ് തരുന്ന എന്തെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന വഴി രണ്ടാമതൊരു ബെനിഫിറ്റാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. വാറൻ ബഫറ്റ് പറഞ്ഞ ഒരു കോട്ട് ഞാനിവിടെ ഓർക്കുന്നു. അതായത് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് പൈസ വരാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻകം വരാനുള്ള ഒരു മെത്തേഡ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ നിങ്ങൾ പണിയെടുക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ നിന്നും എല്ലാ മാസവും ചിലവുകൾ കഴിഞ്ഞ് ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ലോങ് ടേമിൽ വലിയ ഒരു സമ്പത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഞാനൊരു സാധാരണ കുടുംബത്തിന്റെ കാര്യം എടുക്കാം. എല്ലാ മാസവും 1000 രൂപ നിരക്കിൽ അവർക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു 20 വർഷം അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് നോക്കാം നമുക്ക്. ഇതിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ 20 വർഷം 1000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന റിട്ടേൺസ് ആണ്. ഏകദേശം ഒരു 15 ലക്ഷം രൂപ. അതായത് 30 വയസ്സ് മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ നിങ്ങളൊരു 60 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കുന്ന ആകെ തുക ഏകദേശം ഒരു 70 ലക്ഷം രൂപ വരും. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും തകരും എന്നൊക്കെ വിചാരിച്ച് വരുന്നവർക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഇത്തരം ഇടിയലും തകർച്ചയുമൊക്കെ അവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു തകർച്ച വരുമ്പോൾ തന്നെ അവർക്ക് ഇനിയും ഡിസ്കൗണ്ടിൽ സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കും. അത്തരത്തിൽ വാങ്ങുന്ന വഴി അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും ലോങ് ടേമിൽ വളരെ നല്ലൊരു റിട്ടേൺസ് ലഭിക്കാനും സാധിക്കുന്നു. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ചരിത്രം നോക്കിയാൽ എപ്പോൾ ഒരു തകർച്ച, മാർക്കറ്റിൽ ഒരു തകർച്ച വന്നു കഴിഞ്ഞാലും അത് ഒരു വർഷത്തിനോ അല്ലെങ്കിൽ അത് താഴെയോ സമയമെടുത്ത് തന്നെ ആ തകർച്ചയുടെ ഇരട്ടിയിലധികം മാർക്കറ്റ് വീണ്ടും മുകളിലെത്തി നല്ലൊരു റിട്ടേൺസ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കോവിഡ് കാലത്തുണ്ടായ തകർച്ച അതിന് വലിയൊരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് ചാർട്ട് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ മാർക്കറ്റ് കയറി പോകുന്നതെന്ന്. ഇതിന്റെ അർത്ഥം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ വരുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള ഒരു തകർച്ചയും പേടിക്കേണ്ടതില്ല. മറിച്ച് ഒരു അനുഗ്രഹമായി കണക്കാക്കി വീണ്ടും വീണ്ടും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു റിട്ടേൺസിനായി കാത്തിരിക്കാം. അടുത്തത് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങണം അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം വേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക. അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ചിലർക്ക് അത് കുട്ടികളുടെ വിദ്യാഭ്യാസമാവാം, ചിലർക്ക് വീട് വയ്ക്കലോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കലോ മറ്റോ ആവാം, ചിലർക്ക് ഒരു റിട്ടയർമെന്റ് പ്ലാൻ ആവാം.
അപ്പോൾ അതെന്താണെന്ന് ശരിക്കും തിരിച്ചറിയുക. എന്നിട്ട് അതിനു വേണ്ടി എത്ര രൂപ നിങ്ങൾക്ക് വേണ്ടി വരും, അതും എത്ര കൊല്ലം കഴിഞ്ഞ് വേണ്ടി വരും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. ഇത്തരത്തിൽ എത്ര രൂപ അല്ലെങ്കിൽ എത്ര കാലയളവിൽ വേണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് എത്ര രൂപ നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി ഒരു 500 രൂപ മുതൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായി ആദ്യമായി വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. ഈ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടെ പേരിൽ തുടങ്ങുകയും നിങ്ങളുടെ ബാങ്കുമായി അത് ലിങ്ക് ചെയ്യുകയും നിങ്ങൾ വാങ്ങിക്കുന്ന ഷെയർ അല്ലെങ്കിൽ ഫണ്ടുകൾ ഇത്തരം ഡിമാറ്റ് അക്കൗണ്ടിലൂടെ നിങ്ങളുടെ പേരിൽ സേവ് ചെയ്യുകയുമാണ് സാധാരണ ചെയ്യുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിനായി നമുക്ക് ആദ്യമായി ഒരു നല്ലൊരു ബ്രോക്കറെ തിരഞ്ഞെടുക്കണം. ഈ ബ്രോക്കറുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക, അതായത് എത്ര കാലമായി മാർക്കറ്റിൽ ഉള്ള ആളുകളാണെന്ന്. കൂടാതെ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട്, ഇവരുടെ ടെക്നോളജി എത്തരത്തിലുള്ള ടെക്നോളജിയാണ്, നല്ല രീതിയിലുള്ള ടെക്നോളജി ആണോ, നല്ല ആപ്പുകളാണോ, ഇതെല്ലാം പരിശോധിക്കുക. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ കസ്റ്റമർ സർവീസ്, അത് എത്തരത്തിലുള്ളതാണെന്ന് നോക്കുക എപ്പോഴും. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഒരിക്കലും നേരെ ചെന്ന് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഫണ്ടുകളോ വാങ്ങാതെ ഇരിക്കുക. ഒന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള ഒരു ലീഡിംഗ് ആയ ഒരു മാർക്കറ്റിൽ 37 വർഷത്തെ പരിചയമുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ ബ്രാഞ്ചുമായി ചേർന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വേണ്ട ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലുപരി എപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും അതിലുപരി എപ്പോൾ ലാഭം ബുക്ക് ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കാനാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇന്ന് തന്നെ ആദ്യത്തെ പടിയായ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ ചൂസ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ വേണ്ട ഗൈഡൻസ് തരുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഡെയിലി വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും അതോടൊപ്പം തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട്. വേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻ്റായി കൊടുക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റിംഗ് ജേണിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായകരമാവുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.